ഹലോ മൈ ഡിയറീസ്. അപ്പം ഇന്ന് നമ്മൾ ഒരാളുടെ കല്യാണത്തിന് പോവുകയാണ്. ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും രേവതി ചേച്ചി. അപ്പം രേവതി ചേച്ചി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആർക്കും അറിയില്ലായിരിക്കും ഇത് ഏത് രേവതി. അപ്പം ഇതാരെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാം. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ സ്വന്തം രേവതി ചേച്ചിയുടെ കല്യാണമാണ്. അപ്പം ഞാൻ റെഡി ആവുന്നേ ഉള്ളൂ. എനിക്ക് ഇൻട്രോ എടുക്കാൻ പോകുന്ന തീരെ സമയമില്ലാതെ നിൽക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് റെഡിയായിട്ട് അങ്ങോട്ടേക്ക് പോകും. ബൈ. അങ്ങനെ ഞങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഇതാ വണ്ടി എടുത്ത് നമ്മുടെ അങ്ങോട്ടേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പപ്പയും മമ്മിയും ഇന്ന് കുറച്ച് സിമിലർ ഷെയ്ഡിലുള്ള ഡ്രസ്സായിട്ട് ഇട്ടിരിക്കുന്നത്. ഞാൻ മാത്രമായിരുന്നു ബ്ലൂ. കാഞ്ഞിരപ്പള്ളിയിലാണ് നമ്മൾ പോകേണ്ടത്. നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നോക്കിയൻ ഏട്രിയമിലായിരുന്നു കേട്ടോ. നല്ലൊരു അടിപൊളി കൺവെൻഷൻ സെൻറ്റർ ആയിരുന്നു. ഞങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന ഓരോ തിരക്കുകളിലൊക്കെ ആയി. ഇത്രയും വണ്ടികളുടെ ഇടയിലാണ് കേട്ടോ നമ്മൾ നമ്മുടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തത്. അങ്ങനെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഏതോ ഒരു കാറ് കണ്ടു. ചേച്ചിയാണോ ചേട്ടനാണോ എന്നറിയില്ല. ഗൈസ്, നമ്മളപ്പം ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ചേച്ചിയാണോ ചേട്ടനാണോ എന്നറിയത്തില്ല. രണ്ടിലൊരാളുടെ കാറ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് നമ്മൾ വണ്ടി ഒക്കെ പാർക്ക് ചെയ്തിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ തൊട്ട് ബാക്ക് സൈഡിൽ കാണുന്നതാണ് ഓഡിറ്റോറിയം. അപ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ദിസ് ബ്യൂട്ടിഫുൾ ബ്ലൂ സാരി. മമ്മിയും പപ്പയും ഇന്ന് മാച്ചിങ് ആണ് കേട്ടോ. പിങ്ക് അല്ല, ഒരു റോസ് ജനത്തിൽപ്പെട്ട എന്തോ ഒരു കളർ. എനിക്ക് കളർ പറയാൻ അറിയത്തില്ല കേട്ടോ. അപ്പം മമ്മി നോക്കൂ, നല്ല വെയിലാണ് കേട്ടോ. ആൾക്കാരൊക്കെ അവിടെ നിൽക്കാൻ അറിയത്തില്ല. പെണ്ണും ചെറുക്കനും കയറണ്ട, അതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കാറിൽ ചേച്ചിയായിരുന്നു കഴിച്ച്. ഞാൻ ഓടി ചേച്ചിയുടെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് കയറുവാണ്. കയറുമ്പോൾ തന്നെ ഇതാ വെൽക്കം ടു ദി വെഡിങ് എന്നൊക്കെ പറഞ്ഞു വലിയൊരു ബാനറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് രണ്ടുപേരുടെ ഫോട്ടോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു അതിൻ്റെ ഡെക്കറേഷൻസ് എല്ലാം തന്നെ കാണാനായിട്ട്. പപ്പായും മമ്മി ആദ്യമേ കയറി. ഞാൻ എല്ലാ ബാഗും കൂടെ കയറുന്നുണ്ട്. ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ് ഓഡിറ്റോറിയം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കയറി ചെല്ലുമ്പോൾ തന്നെ സൈഡിൽ അവർ ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെ കാർഡ്. സോ എനിക്ക് തോന്നുന്നു നമുക്ക് ഒഫീഷ്യലായിട്ട് പരിപാടി തുടങ്ങാൻ സമയമായിരിക്കുകയാണ്. I heartily welcome everyone, each and everyone to this wedding function of Revati and Nandu Sudarshan. അങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വരൻ എത്തിയിരിക്കുകയാണ്. നന്ദു ചേട്ടൻ്റെ കൂടെ തന്നെ നമ്മുടെ ഋഷി ചേട്ടനും ലക്ഷ്മി ചേച്ചി അങ്കിൾ ആൻറ്റിയും ഒക്കെ ഉണ്ട്. ചേട്ടനെ ഇനി എല്ലാവരും കൂടെ സ്റ്റേജിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എന്താ പല്ലക്കിൽ ചേച്ചിനെയും കൊണ്ട് വന്നിട്ടുണ്ട്. കൂടെ എൻ്റെ അങ്കിള്, ആൻറ്റി, ചേട്ടൻ, ചേച്ചി എല്ലാവരും ഉണ്ടായിരുന്നു. ഷീ വാസ് ലുക്കിംഗ് അബ്സല്യൂട്ട്ലി ഗോർജിയസ്, അങ്ങനെ തന്നെ പറയണം. ചേച്ചീനെ സ്വീകരിച്ചത് ആ സ്റ്റേജിൽ കൊണ്ടുപോയി. എന്നിട്ട് എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഗൂസ്ബംസ് ഒക്കെ വന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചേച്ചി വാസ് ലുക്കിംഗ് ഗോർജിയസ്. ചേട്ടൻ വാസ് ലുക്കിംഗ് വെരി ഹാൻസം. ആൻഡ് ഇതാണ് എൻ്റെ സ്വന്തം ശിവകുമാർ അങ്കിൾ, അല്ലെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ തൊട്ടേ എൻ്റെ മുട്ടായങ്കിളെ എന്ന് വിളിച്ച എൻ്റെ സ്വന്തം ശിവകുമാർ അങ്കിളാണിത്. അപ്പം ചേച്ചിയുടെ പപ്പ, പിന്നെ ദേ ആൻറ്റി വന്നു. ആൻറ്റി എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെയും ചേട്ടൻ്റെ ഒക്കെ സൗന്ദര്യം ഇവിടുന്ന് കിട്ടിയെന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം രണ്ടുപേരുടെയും കല്യാണത്തിലേക്കുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ പെണ്ണും ചെക്കനും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാല ഇട്ട് കൊടുത്തു. പിന്നെ എല്ലാവർക്കും അറിയാലോ ഹിന്ദു വെഡിങ് എങ്ങനെ ആയിരിക്കും, നമുക്ക് കാണാം. കല്യാണം ആദ്യത്തെ ചടങ്ങ്. രണ്ടാമത്തെ ചടങ്ങാണ് ഫുഡിങ്. അപ്പോൾ ഫുഡ് അടിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും സ്ഥലം ഫുള്ളായിരുന്നു. അത് കാരണം മമ്മിയുടെ പപ്പയുടെ ഒക്കെ ഫ്രണ്ട്സിന്റെ കൂടെ എല്ലാവരും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിന്നിപ്പോൾ ഇത് ഋഷിച്ചേട്ടനെ കണ്ടു, പിടിച്ചു നിർത്തി കുറച്ച് ഫോട്ടോ എടുത്തു. പിന്നെ മെയിൻ പരിപാടിയിലോട്ട് കയറി. നമ്മുടെ അടിപൊളി സദ്യ, നല്ല സൂപ്പർ ഉണ്ണിയപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു.
ഉണ്ണിയപ്പം മാത്രമല്ല നല്ല ബോളിയും പായസവും ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിച്ച് നമ്മൾ സ്റ്റേജിലോട്ട് കയറി ചെല്ലുമ്പോൾ അതാ ഇവിടെ നല്ല കപ്പിൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്കിളും ആൻറ്റിയും ചേച്ചിയും ചേട്ടനും. പിന്നെ നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി ചെന്നു. ചേച്ചിക്കാണെങ്കിൽ സാരി ചേഞ്ചിലൊക്കെ ഉള്ള ടൈമായതുകൊണ്ട് ധൃതിക്ക് നിൽക്കുമായിരുന്നു. നമുക്കാണെങ്കിൽ പോകേണ്ട ടൈമായില്ല. കാരണം നമ്മളെല്ലാവരും പെട്ടെന്ന് ചെന്ന് പെട്ടെന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് ആൻ ഓസ്പീഷ്യസ് മൊമെന്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറേ കാലം കഴിഞ്ഞ് ചേച്ചിയെ കണ്ടതിനൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചേച്ചി ഡ്രസ് ചേഞ്ചിൽ പോയ സമയത്ത് കുട്ടിപ്പട്ടാളങ്ങളെല്ലാം സ്റ്റേജിൽ കയറിയിട്ട് അവിടെ ഇരിക്കുന്ന നെല്ലും പറയെല്ലാം എടുത്തെറിഞ്ഞ് കളിക്കുകയായിരുന്നു. അങ്ങനെ ഈ കുഞ്ഞു അവിടെ നിന്ന് നമ്മളൊരു ടാറ്റയും വാങ്ങിച്ച് നമ്മൾ നമ്മുടെ വെഡിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ തിരിച്ച് ആലപ്പുഴയ്ക്ക് പോവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഗൈസ്. ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.